റേഷനരി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ LDF ബഹുജന പ്രക്ഷോഭത്തിലേക്ക്. ഫെബ്രുവരി 18-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. കേരളത്തിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന റേഷൻ സമ്പ്രദായം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ ബഹുജന സമരത്തിനാണ് LDF യോഗം ആഹ്വാനം ചെയ്തത്. വരുന്ന ജനുവരി 12-ന് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ അതിർത്തിയിൽ മാർച്ചും ധർണയും പൊതുയോഗവും നടത്തും. നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ കേന്ദ്ര നിലപാടിനെതിരെ തുടർന്ന് പ്രചരണ ജാഥകൾ നടത്തും. ഫെബ്രുവരി 18-ന് രാജ്ഭവനിലേക്ക് വമ്പിച്ച ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വൈക്കം വിശ്വൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 ലക്ഷത്തിൻ്റെ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നിയമം പാസ്സാക്കുമ്പോൾ ഈ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആരെയും ലഭിക്കുന്നില്ലെന്നും അത് പരിഹരിക്കണമെന്നും UDFിൻ്റെ ഗവൺമെൻറ്റിന് പറയാനോ അതിനുവേണ്ടി നടപടി സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന് ദോഷകരമായ വിവിധ വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിന് മാത്രമായിട്ടൊരു ഇളവ് അനുവദിക്കാനാവുകയില്ല എന്നാണ് കേന്ദ്ര മന്ത്രിമാരുടെ നിലപാട്. CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ CPM മന്ത്രിമാർക്കെതിരെ വിമർശനമുണ്ടായതായി അറിയില്ല. ഇതിന്റെ പേരിൽ പാർട്ടികൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയുമില്ല. CPI മന്ത്രിമാർക്കെതിരായ AK ബാലന്റെ പരാമർശം വ്യക്തിപരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നയത്തിനെതിരായി ശക്തിയായ ഒരു പ്രക്ഷോഭണ സമരം അനിവാര്യമായി വന്നിരിക്കുന്നു. ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ചേർന്ന് തീരുമാനിച്ചത് ഈ ജനുവരി 12-ാം തീയതി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലെ പ്രധാന കേന്ദ്രങ്ങളിലും കോർപ്പറേഷനുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലും സായാഹ്ന ധർണയും പ്രകടനവും പൊതുയോഗവും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 18-ന് രാജ്ഭവനിലോട്ട് ഒരു വലിയ ജനകീയ മാർച്ച് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. KSRTC പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സുശീൽ ഖന്ന റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ ചർച്ച നടത്താമെന്നും LDF യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 6, 7, 8 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതത് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ യോഗം ചർച്ച ചെയ്യും. 5-ന് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം അജണ്ടകൾക്ക് അന്തിമ രൂപം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. CPMന്റെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി ആദ്യമായാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 6, 7, 8 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുന്നത്. 5-ാം തീയതി പോളിറ്റ് ബ്യൂറോ യോഗം AKG സെന്ററിലെ സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. മറ്റ് അജണ്ടകൾക്ക് 5-ന് ചേരുന്ന PB യോഗം അന്തിമ രൂപം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് കൂടാറുള്ളത്. കൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുമ്പൊക്കെ ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തവണ കേരളത്തിൽ നടത്തണം എന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുകയും അതിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പാട് ചെയ്യുകയുമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റിയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പങ്കെടുക്കും. 7-ാം തീയതിയാണ് പൊതുസമ്മേളനം. MR സജേഷ്, തിരുവനന്തപുരം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഘടകകക്ഷികളുടെ അന്ത്യശാസനം. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. പ്രശ്നപരിഹാരത്തിനായി KPCC അധ്യക്ഷൻ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് UDF യോഗത്തിൽ ഘടകകക്ഷികൾ ഉന്നയിച്ചത്. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. ഇത് വെറും സമയം മെനക്കെടുത്തലാണ്. പ്രതിപക്ഷ സമരങ്ങൾക്ക് ശക്തി വേണമെങ്കിൽ യോജിപ്പുണ്ടാകണമെന്നും ലീഗ് നിലപാടെടുത്തു. കോൺഗ്രസിലെ തർക്കങ്ങൾ തുടർന്നാൽ മുന്നണി ശിഥിലമാകുമെന്ന് JDUവും വിമർശിച്ചു. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അങ്ങനെയല്ല, ഒരു ഗവൺമെൻറ് വിമർശനങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ആളാണ്. ജനാധിപത്യത്തിൽ അത് വിമർശനങ്ങളോട് ഒരിക്കലും അസഹിഷ്ണുതയില്ല. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ
ഏത് ഭാഗത്തു നിന്നും നല്ല നിർദ്ദേശങ്ങൾ വന്നാലും വിമർശനങ്ങൾ വന്നാലും അതിനെ സ്വീകരിക്കും. 6 മാസം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വന്നാൽ അത് എ കെ ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ശ്രീ കെ കരുണാകരൻ്റെ കാലത്തും എല്ലാം 6 മാസക്കാലം ഒരു വലിയ ശക്തമായ സമരപരിപാടികളുമായി പോകാറില്ല. അത് UDFൻ്റെ എല്ലാ കാലത്തുമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. പാർട്ടിയിലെ പ്രശ്നപരിഹാരത്തിനായി ഈ മാസം 14-ന് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ കോൺഗ്രസിലെ പ്രശ്നപരിഹാര ചർച്ചകളും വീണ്ടും പ്രതിസന്ധിയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തോട്ടണ്ടി വാങ്ങിയതിൽ നഷ്ടമുണ്ടെന്ന് കാണിച്ച് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കോടതിയെ സമീപിച്ച പരാതിക്കാരന് വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ട് അതേ പരാതിയുമായി സമീപിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് കോടതി ചോദിച്ചു. കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ വിമർശനം. മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് എ റഹീമിനെ വിജിലൻസ് കോടതി വിമർശിച്ചത്. വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയ ശേഷം അതേ പരാതിയുമായി എന്തിനാണ് കോടതിയെ സമീപിച്ചതെന്ന് കോടതി പരാതിക്കാരനോട് വാക്കാൽ ആരാഞ്ഞു. കേസന്വേഷണത്തിന്റെ മേൽനോട്ടം കോടതി വഹിക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആവശ്യം കോടതി നിരസിച്ചു. കേസിൽ ഫെബ്രുവരി 17-ന് മുമ്പ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണോ പരാതിക്കാർ കോടതിയെ സമീപിക്കുന്നതെന്ന് വിജിലൻസ് അഭിഭാഷകനോട് കോടതി ആരാഞ്ഞു. വിജിലൻസിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രൻ പരാതിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരായി. ആഭ്യന്തര വിപണിയിൽ നിന്ന് തോട്ടണ്ടി വാങ്ങിയത് വഴി 1.34 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പരാതിയിലെ ആരോപണം. കേസിൽ ത്വരിത പരിശോധന ആരംഭിച്ചതായി വിജിലൻസ് തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു. സുപ്രധാനമായ കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം വിജിലൻസ് ആസ്ഥാനത്ത് വിജിലൻസ് ഡയറക്ടർ വിളിച്ചു ചേർത്തു. കേസുകളിലെ അന്വേഷണ പുരോഗതി അന്വേഷണ ഉദ്യോഗസ്ഥർ സമയാസമയങ്ങളിൽ വിജിലൻസ് ഡയറക്ടറെ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസിന് ലഭിക്കുന്ന പരാതികളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നിർദ്ദേശം നൽകി. വിജിലൻസ് യൂണിറ്റുകളിലും റേഞ്ചുകളിലും വരുന്ന പരാതികളിൽ എന്ത് നടപടിയെടുത്തുവെന്ന് മേലുദ്യോഗസ്ഥരെ ഉടനടി അറിയിക്കണം. പ്രാഥമിക അന്വേഷണങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും ജേക്കബ് തോമസ് നിർദ്ദേശം നൽകി. വിജിലൻസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. എഴുത്തുകാരെ തരം തിരിച്ച് ഭിന്നിപ്പിക്കാനാണ് ശ്രമമെന്ന് നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ. എഴുത്തുകാർ അനീതിക്കെതിരെ എന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നിലപാടിനൊപ്പം മാറി മറിയേണ്ടതല്ല സാഹിത്യകാരന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രിയും കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം പ്രൗഢ സദസ്സിനെ സാക്ഷ്യം നിർത്തിയാണ് സി രാധാകൃഷ്ണന് സമ്മാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സി രാധാകൃഷ്ണനെ പൊന്നാട അണിയിക്കുകയും ഫലകവും പ്രശസ്തിപത്രവും നൽകുകയും ചെയ്തു. വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യാപരിച്ച വ്യക്തിയാണ് സി രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ നിലപാടിനൊപ്പം മാറി മറിയേണ്ടതല്ല സാഹിത്യകാരന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പക്ഷത്തിനാവണം സി രാധാകൃഷ്ണനെ പോലുള്ളവരുടെ വാക്കിന്റെ തണൽ. ഈ പ്രതിബദ്ധതയെക്കുറിച്ച് നമുക്കെല്ലാം ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് അപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം മാറി മറിയേണ്ട ഒന്നല്ല. എഴുത്തുകാരെ തരംതിരിച്ച് ഭിന്നിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമമെന്ന് സി രാധാകൃഷ്ണൻ വിമർശിച്ചു. എഴുത്തുകാർ അനീതിക്കെതിരെ എന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും തെറ്റു ചെയ്താൽ വിമർശിക്കുമെന്നും സി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഒരു കാര്യം സൂക്ഷ്മമാണ്. വളർന്ന് നമ്മളിപ്പോൾ അഭിപ്രായം പറയാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്തഭിപ്രായം പറഞ്ഞാലും നിങ്ങളെ ഒരു കള്ളിയിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവം കുറച്ചൊന്നുമല്ല നമുക്ക് ദോഷം ചെയ്യുന്നത്. എഴുത്തുകാരായ ഞങ്ങൾ എല്ലാ കാലത്തും ഏത് സമുദായത്തിലും ഏത് സംവിധാനത്തിലും അവിടെയുള്ള അനീതികളെയും അക്രമങ്ങളെയും പോരായ്മകളെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, കവയിത്രി സുഗതകുമാരി തുടങ്ങി നിരവധി സാംസ്കാരിക പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ പ്രതിസന്ധി രൂക്ഷമായി തുടർന്നു. ജനുവരി 10 മുതൽ എ ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ടേക്കും. ഇതിനിടെ മലയാള സിനിമ കനത്ത നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സമരം വേഗം അവസാനിപ്പിക്കണമെന്ന് ഫെഫ്ക ആവശ്യപ്പെട്ടു. വിഹിതം 50% വേണമെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകളും നിലവിലെ 40% നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ നിർമ്മാതാക്കളും ഉറച്ചു നിന്നതോടെയാണ് സിനിമാ സമരം ആരംഭിച്ചത്.
ഡിസംബർ 16 മുതൽ ചിത്രീകരണവും റിലീസും നിർത്തിവെച്ചതോടെ പുതിയ ചിത്രങ്ങളില്ലാത്തതിനാലാണ് തിയേറ്ററുകൾ അടച്ചിടാനുള്ള എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ നീക്കം. 10-ന് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. ഇതിനിടെ ലാഭവിഹിതത്തിൽ നിലവിലെ സ്ഥിതി തുടർന്ന് സമരം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും പ്രസിഡന്റ് സിബി മലയിലും ആവശ്യപ്പെട്ടു. മലയാള സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങണം. മലയാള ചിത്രങ്ങളുടെ ചിത്രീകരണം ഒട്ടും വൈകാതെ തന്നെ ആരംഭിക്കണം. അതിന് തൽസ്ഥിതി തുടരുക എന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് മടങ്ങണം. ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുന്നു. But the position of the states is that this is an area from where they have been collecting their tax since independence. And two, SEZ, though now defined to be within the part within state. Right. Now this can be treated as something like that. So this issue took a lot of time, but no decision was made on this. So on the roll the timeline for the rollout for GST, sir? Getting to hear, sir, September possibly? No, it can happen anytime. Say June, July, August. But there is nothing to prevent it. So, but if not possible, right, sir? If not, definitely not April. If it can be passed in the budget session, then definitely by, I think, June, July. Sir, how could the budget all issues will be sorted out? Well, of the issues that we took up for discussion today, one issue regarding the territorial waters of India could not be decided upon. And tomorrow we'll be taking up the dual empowerment control model. Territorial waters, what else was discussed today? Well, you see, the law is very big, very large, and a lot of clauses. And we do discuss things so a lot of presentations were made today. Yes, in the morning, the telecoms, railways, banks, and insurance, they all made presentation. Now, their problem seems to be that they provide all India services, and therefore they wanted a special treatment, single registration, and so on. And of course, relatively lower GST rate, service tax. Well, they made the presentation. How many of these representations will actually pass the muster many of of the the council? issues they raise will have to be decided only in the rules, so there is no hurry about that. So what about dual control? Since you say that it will be taken tomorrow, It will be taken up tomorrow. What is state's position, sir? Well, I don't know. I cannot speak for all states. But at least for yours. But Kerala has not changed from its position. At least a dozen states, I think, are very firm that below 1.5 crore rupee turnover, the dealers and service providers should be entirely within the domain of the state. Two, IGST also should be shared with the state. Okay. So is this a 11:30. in terms of sharing of IGST? Yes, that was a demand made in the two meetings back. Sir, revenue loss after demonetization? Compensation has been by and large sorted out. Whether the center is willing to compensate after the loss of revenue after? No, that has not been taken. We discussed only GST. You asking for additional compensation? No, there won't be a service tax separately. It will be Under GST, single registration. yeah. Only one registration, GST registration. Will have to register in every state. For service tax, Now that is only one problem that the service providers, all India service providers, want to overcome. We have not decided upon that. KSRTC ജീവനക്കാർ നാളെ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകാൻ തീരുമാനമായി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയും DA വിഷയവും ചർച്ച ചെയ്യാനാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ KSRTCയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. വായ്പ ലഭിക്കുന്ന മുറയ്ക്ക് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകും. തൊഴിലാളികളുടെ ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനം സർക്കാരിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും
DAയും ജീവനക്കാർക്ക് ഉടൻ നൽകുമെന്നും യോഗത്തിനു ശേഷം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ചെയ്തതുപോലെ 2 ഗഡു നാളെ കാശ് കിട്ടിയാൽ മുഴുവൻ കിട്ടാൻ കാത്തു നിൽക്കില്ല. എന്നാണോ കാശ് കിട്ടുന്നത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഉടനെ തന്നെ ജീവനക്കാർക്ക് വിതരണം ചെയ്യുക എന്നൊരു മെക്കാനിസമാണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. ചർച്ചയിലുണ്ടായ ധാരണയെ തുടർന്ന് സമരം പ്രഖ്യാപിച്ച ജീവനക്കാർ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. KSRTCയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സുശീൽ ഖന്നയുമായി ഈ മാസം 15-ന് ചർച്ച നടത്തും. പ്രാഥമിക റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ കർശനമായി നടപ്പാക്കുമെന്നും KSRTCയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 2008-ന് സമാനമായ മാന്ദ്യവിരുദ്ധ പാക്കേജ് കേന്ദ്രം നൽകണം. വായ്പ എടുക്കാനുള്ള പരിധി സംസ്ഥാന വരുമാനത്തിന്റെ 4% 1.5 കോടി രൂപയിൽ താഴെ സേവന നികുതി പിരിക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണമെന്നും തോമസ് ഐസക് ദില്ലിയിൽ ആവശ്യപ്പെട്ടു. 2008 പോലെ ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അതിൽ സംസ്ഥാനങ്ങളെയും പങ്കാളികളാക്കണം. ഇന്ന് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന വരുമാനത്തിൻ്റെ 3% വായ്പ എടുക്കാൻ അനുവാദമുള്ളൂ. അത് 4% ഉയർത്തണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നോട്ട് പ്രതിസന്ധി ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായതായി വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കറൻസി ലഭ്യമാക്കി കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്താതെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സാധിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. നോട്ടിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ടൂറിസ്റ്റ് മേഖലയിൽ നല്ല തോതിൽ ബാധിച്ചിട്ടുണ്ട്. അത് 10 മുതൽ 15% വരെ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 20 മുതൽ 30% വരെയുള്ള കുറവുണ്ടായിട്ടുണ്ട്. ടൂറിസത്തെ നല്ല തോതിൽ അത് ബാധിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവരെടുത്തിരിക്കുന്ന സമീപനം മാറ്റിയാലല്ലാതെ പറ്റില്ല. മർക്കട മുഷ്ടിക്ക് ഒരു അയവും വരുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മർക്കട മുഷ്ടിക്ക് ഒരു അയവും വരുന്നില്ല. അത് ഈ കഴിഞ്ഞ 2 മാസക്കാലത്തിനിടയിൽ 1000 കോടിയുടെയെങ്കിലും കുറവ് പൊതുവെ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ശിശുക്ഷേമ സമിതിയുടെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. ജനറൽ സെക്രട്ടറിയായി SP ദീപക്, വൈസ് പ്രസിഡന്റായി അഴീക്കോടൻ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിയായി PS ഭാരതി, ട്രഷററായി രാധാകൃഷ്ണൻ, 3 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. സാമൂഹ്യക്ഷേമ മന്ത്രിയും ശിശുക്ഷേമ സമിതിയുടെ വൈസ് പ്രസിഡന്റുമായ KK ശൈലജ ടീച്ചർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അമേരിക്കൻ കൈരളി വ്യൂവേഴ്സ് ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരത്തിന് കൈരളി പീപ്പിൾ ന്യൂസ് എഡിറ്റർ KK നീലിമ അർഹയായി. നേതൃതലങ്ങളിൽ ഉൾപ്പെടെ മാധ്യമരംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കൈരളി TV ഓഫീസിൽ നടന്ന ചടങ്ങിൽ അമേരിക്കൻ വ്യൂവേഴ്സ് ഫോറം ജനറൽ കൺവീനർ ജോസ് കടാപ്പുറം അവാർഡ് സമ്മാനിച്ചു. ചടങ്ങിൽ കൈരളി TV സീനിയർ ഫിനാൻസ് ഡയറക്ടർ M വെങ്കിട്ടരാമൻ, ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ, HR മാനേജർ മുഹമ്മദ് ആരിഫ്, ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് വർമ്മ എന്നിവർ സംബന്ധിച്ചു. ശബരിമലയിലെ ഉണ്ണിയപ്പം നിർമ്മാണം വീണ്ടും നിർത്തിവെച്ചു. തിങ്കളാഴ്ച വൈകിട്ടാണ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നേരത്തെ നൽകിയ നിർദ്ദേശം ദേവസ്വം ബോർഡ് അധികൃതർ പാലിക്കാതിരുന്നതിനാലാണ് അപ്പം നിർമ്മാണം നിർത്തിവെക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. ഉണ്ണിയപ്പ നിർമ്മാണം പൊടുന്നനെ നിർത്തിവെപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും നിർമ്മാണ യൂണിറ്റ് തന്നെ താൽക്കാലികമായി അടപ്പിച്ചതും. ചൊവ്വാഴ്ച വൈകിട്ട് 4 വരെ ഉണ്ണിയപ്പ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നിർദ്ദേശം. തീർത്ഥാടകർ കൊണ്ടുവരുന്ന അരിയിൽ ഭസ്മവും കർപ്പൂരവും കലരുന്നുണ്ടെന്നും ഇതിൽ ജലാംശം കൂടുതലാണെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഉണ്ണിയപ്പത്തിന് ചെറിയ തോതിൽ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പരിഹാരം കാണാൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ബോർഡംഗം K രാഘവൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിർമ്മാണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ കാര്യക്ഷമമായ ഇടപെടൽ ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപവുമുണ്ട്. അപ്പം നിർമ്മാണം പുനരാരംഭിക്കാനിരിക്കെ വീണ്ടും അടച്ചിടാനുള്ള നിർദ്ദേശം വന്നതോടെയാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും. വൈകിട്ട് 5:30 എക്സിക്യൂട്ടീവ് ഓഫീസിന് മുന്നിൽ കൂടി നിന്ന ഇവർ ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.